അതിജീവിതരുടെ അഭിപ്രായങ്ങളെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ സുരേഷേ? ശ്രീ അരുൺ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനി അടുത്ത കാര്യം പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ കുത്തി ചോദിക്കുന്ന സുരേഷ് ഗോപി എപ്പോഴാണ് എംഎംഎയുടെ പ്രതിനിധിയാവുന്നത്, എപ്പോഴാണ് മന്ത്രിയാവുന്നത്, എപ്പോഴാണ് ഭരത് ചന്ദ്രനാവുന്നത്, എപ്പോഴാണ് എം പി ആവുന്നത്, എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ? സുരേഷ് പറയുന്നത് ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണോ? സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ? സുരേഷ് നമുക്ക് എത്ര തവണ ബൈറ്റ് തന്നിട്ടുണ്ട്. സുരേഷ് ഇറങ്ങി വരുന്നത് ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ഈ ചാളയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഒരു ചായക്കടയിൽ നിന്ന് വന്നാൽ പഴംപൊരിയെ കുറിച്ചാണോ ചോദിക്കേണ്ടത്? ശ്രീ അരുൺ, ചോദ്യം കഴിഞ്ഞോ? ശ്രീ അരുൺ, അതെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഈ ബൈറ്റും അതിൻ്റെ അടുത്ത ദിവസം ശ്രീ ജോർജ് കുര്യൻ, ഇതുപോലുള്ളൊരു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഞങ്ങളുടെ 1980കളിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CC കുഞ്ഞൻ എന്ന് പറയുന്ന മുതിർന്ന 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേന്ദ്രത്തിൽ ഫിഷറീസ്, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്, ന്യൂനപക്ഷവുമാണ്. ഞാൻ സാംസ്കാരിക വകുപ്പല്ല നോക്കുന്നത്. ഞാൻ അതുകൊണ്ട് കേരളത്തിലെ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഞാൻ അങ്ങനെയല്ല വരുന്നത് എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. സുരേഷ് ആദ്യം പറഞ്ഞു ജോർജ് കുര്യനെ നമ്മൾ ബഹുമാനിക്കുന്നതും ജോർജ് കുര്യൻ പറഞ്ഞതിനെ നമ്മൾ ഒരു വിമർശനത്തോട് കാണാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് അദ്ദേഹം വസ്തുതയാണ് പറഞ്ഞത്. അതിനോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം സിനിമാ മേഖലയിലുള്ള ഒരാളല്ല. പക്ഷേ താങ്കളുടെ MP, നമ്മളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളാണ്. 3 സിനിമാ അഭിനയത്തിന് വേണ്ടി കരാർ വാങ്ങണോ എന്നത് പാർട്ടിയോട് ചോദിച്ചിരിക്കുന്നയാളാണ്. AMMയിലെ അംഗമാണ്. ആ അംഗത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കണ്ടേ? ആ അംഗത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുക? ഇനി മറുപടി പറയാതെ പോയോ സുരേഷ് ഗോപി? സുരേഷ് മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങൾക്കുള്ള മറുപടി കൂടാ. ആ മറുപടി എന്താ? കോടതി തീരുമാനിക്കട്ടെ എന്നാ. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതിനെ? ശ്രീ അരുൺ, ഇവിടുത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വിഷയത്തെ ലഘൂകരിക്കരുത്. ഇവിടെ ഒരു മന്ത്രി എന്ന നിലയിൽ, ഭരണഘടനയിൽ തൊട്ട് അധികാരത്തിൽ വന്നൊരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതെന്താ? ആരോപണമാണ് മുകേഷിനെതിരെയുള്ളത്, അത് കോടതി തീരുമാനിക്കട്ടെ. ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ അതാണ്. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായത്തിനെതിരായിട്ട് അദ്ദേഹം ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി സംസ്ഥാന പ്രസിഡന്റ് പലയാവർത്തി കേരളത്തിൽ ബോധ്യപ്പെടുത്തിയതാണ്. കാരണം ഇതിൻ്റെ ധാർമ്മികതയാണ് വിഷയം. ആരോപണ വിധേയനായിരിക്കുന്നത് ഒരു MLA ആണ്, ഒരു CPM നേതാവാണ്. ആരോപണ വിധേയനായിരിക്കുന്ന ആള് നാളെ കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കുകയല്ല വേണ്ടത്, രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്നുള്ളത് ധാർമ്മികതയുടെ ഭാഗമാണ്. ആ ധാർമ്മികതയുടെ ഭാഗമായിട്ട് മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്ന MG അക്ബർ, BJPയുടെ MG അക്ബർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പോലും ഒരു ആരോപണം ഉയർന്നു വന്ന, വർഷങ്ങൾക്ക് മുമ്പേ വന്ന ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ രാജിവെച്ചു പോയ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി.
അതുകൊണ്ട് തന്നെ ശ്രീ സുരേഷ് ഗോപി ആരോപണമുണ്ടെന്നും കോടതിയാണ് അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടതെന്നും പറയുമ്പോൾ ഒരു മന്ത്രിയുടെ പരിമിതിയിൽ നിന്ന് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ സാധിക്കൂ. പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതും അയാളെ പുറത്താക്കാൻ CPM തയ്യാറാകണം, പിണറായി വിജയൻ തയ്യാറാകണം എന്നുള്ളതുമാണ്. ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും ശ്രീ അരുൺ, ശ്രീ സുരേഷ് ഗോപിയും ശ്രീ ജോർജ് കുര്യൻ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞില്ല, ആരോപണമാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇത് രണ്ടും പറഞ്ഞത് സുരേഷ് ഗോപിയാ. നിങ്ങൾ പറയുന്നു ആരോപണമല്ല, രാജിവെക്കണം. സുരേഷ് ഗോപി പറയുന്നു കോടതി വിധി വരട്ടെ. ഇതിലേത് വിശ്വസിക്കണം കേരളം? താങ്കൾ പറയൂ. അത് തനിക്ക് തോന്നിയതായിരിക്കും. ശ്രീ ജോർജ് കുര്യൻ പറയാത്തതും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതും ഈ രണ്ടും ഒരു മന്ത്രി എന്ന നിലയിലുള്ള പരിമിതിക്കകത്തു നിന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷെ പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി പറയുന്നു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുകേഷ് രാജിവെക്കണം എന്ന്. ആ നിലപാട് ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും ഉൾപ്പെടെ നിലപാടാണ്, പാർട്ടിയുടെ നിലപാടാണ്, പാർട്ടിയുടെ MP-മാരുടെ നിലപാട്, മന്ത്രിമാരുടെ നിലപാട്. പറയാൻ സാധിക്കണമെന്നില്ല. ആരോപണ വിധേയനായ ഒരു സംസ്ഥാനത്തെ ഒരു MLA രാജിവെക്കണമെന്നൊരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ എന്താണ് സാങ്കേതികമായ ബുദ്ധിമുട്ട്? താങ്കളൊന്ന് വിശദീകരിക്കൂ സുരേഷ്. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുവ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. എനിക്ക് BJP-യുടെയോ കെ സുരേന്ദ്രന്റെയോ നിലപാടിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. താങ്കളുടെ അഭിപ്രായത്തോടും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് താങ്കളുടെ ചോദ്യവും കോൺഗ്രസിന്റെ ചോദ്യവും ഭയന്ന് CPM-ന്റെ ഒരു പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അല്പസമയം മുമ്പ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു. സുരേഷ് ഗോപിയുടെ വിഷയമാണെങ്കിൽ മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കാവൂ. മുകേഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പങ്കെടുക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്ത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഇരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ മുകേഷിന്റെ വിഷയം ഉൾപ്പെടും, അത് പാർട്ടി ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് പ്രതികരണം അറിയിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പോയി. ചർച്ചയിൽ CPM പ്രതിനിധിയില്ല. അതുകൂടി പ്രേക്ഷകർ അറിയണം. മുകേഷ് MLA രാജിവെക്കണമോ എന്ന ചോദ്യം ഞങ്ങൾ ആരോട് ചോദിക്കണം? സുരേഷ്, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തോടോ BJP-യുടെ നിലപാടിനോടോ എനിക്കിപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കുള്ളത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തോട് മാത്രമാണ്. ആ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. ആരോപണമാണെന്നും കോടതി വിധി വരട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞത് പരിമിതിക്കുള്ളിൽ നിന്നാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അദ്ദേഹത്തിന് MLA-യുടെ രാജി ആവശ്യപ്പെടുന്നതിന് എന്ത് പരിമിതിയാണുള്ളത്?